ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പ്രാധാന്യം സൃഷ്ടിക്കപ്പെടുന്ന ചില വ്യക്തികളുണ്ട്. സമൂഹത്തിൽ സാധാരണ പോലെ നിലനിൽക്കുകയും എന്നാൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ വാർത്താ പ്രാധാന്യം നേടി മുന്നിലെത്തുകയും ചെയ്യുന്ന ചില വ്യക്തികൾ. ഉദാഹരണത്തിന് ഇപ്പോൾ പറയാൻ പറ്റിയ അങ്ങനെ ഒരു വ്യക്തി നടൻ ഷൈൻ ടോം ചാക്കോയാണ്. നടി വിൻസി അലോഷ്യസ് സിനിമാ മേഖലയെ സംബന്ധിച്ച് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ മൂലം അപ്രതീക്ഷിതമായി വാർത്താ പ്രാധാന്യത്തിലേക്ക് ഉയർന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ. ഇനി ഒരുപക്ഷെ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ആഴ്ച കൂടി പുള്ളിക്കാരൻ മാധ്യമങ്ങളിലൂടെ സമൂഹത്തിന് മുന്നിൽ പ്രാധാന്യത്തോടെ എത്തും. അത് കഴിഞ്ഞ് കാര്യങ്ങൾ വീണ്ടും പഴയതുപോലെ തന്നെയാകും. ഷൈൻ ടോം ചാക്കോ ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ വാർത്താ പ്രാധാന്യം നേടുന്നത്. സ്വന്തം കയ്യിരിപ്പ് കൊണ്ട് പലതവണ പുള്ളിക്കാരൻ കേരളീയ ജനസമൂഹത്തിന് മുന്നിൽ വാർത്തയായിട്ടുണ്ട്. അതെല്ലാം ആ ഒരു സീസൺ കഴിയുമ്പോൾ സ്വാഭാവികമായി അവസാനിച്ചിട്ടുമുണ്ട്. ഷൈൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പറഞ്ഞു വന്നത് മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം വാർത്ത സൃഷ്ടിക്കപ്പെടുന്ന ചില വ്യക്തികളിൽ ഒരാളെക്കുറിച്ച്. അത്തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഒരു വലിയ ഉദാഹരണമായി ഇപ്പോൾ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന വ്യക്തി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള സാക്ഷാൽ പി.വി. അൻവർ തന്നെയാണ്. ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച പി.വി. അൻവർ പിന്നീട് കെ. കരുണാകരൻ രൂപം നൽകിയ DIC-യിലേക്ക് മാറുകയും അതിനുശേഷം ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് 2011 ഏറനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുകയും ചെയ്തു. 2014 വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി.വി. അൻവർ മത്സരിച്ച് പരാജയപ്പെടുന്നതുവരെ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിന് ലഭിക്കുന്ന മാധ്യമ പരിഗണനകൾ തന്നെയാണ് അൻവറിന് ലഭിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അൻവർ ഒരു വലിയ വാർത്തയാകുന്നത് 2016 CPM പിന്തുണയോടെ നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി.വി. അൻവർ അന്ന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു. നിലമ്പൂർ പോലെ കോൺഗ്രസ് വർഷങ്ങളോളം കുത്തകയാക്കി വച്ചിരുന്ന ഒരു കോൺഗ്രസ് അനുകൂല മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ഒരു ഇടതുപക്ഷ സ്വതന്ത്രൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതന്ന് മാധ്യമങ്ങൾക്ക് ഒരു വലിയ വാർത്ത തന്നെയായിരുന്നു. തൊട്ടടുത്ത തവണ, അതായത് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും അൻവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞെങ്കിലും വ്യക്തമായ മാർജിനിലുള്ള വിജയം തന്നെയായിരുന്നു അന്ന് ലഭിച്ചത്. ഈ സമയത്തൊക്കെ അൻവർ വാർത്തയാണ്. അത്തരത്തിൽ വാർത്തയായതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അൻവർ ജനിച്ചു വളർന്നത് ഒരു കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയ സാഹചര്യത്തിലാണെങ്കിലും 2016 അദ്ദേഹം ഇടതുപക്ഷ അനുഭാവം പുലർത്തി തുടങ്ങിയതോടെ ഒരു പക്കാ ഇടതുപക്ഷ നേതാവായി അദ്ദേഹം മാറിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഇടതുപക്ഷ അനുഭാവികളെ പൊതുവെ കടന്നലുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ കടന്നൽ കൂട്ടത്തിൻ്റെ നേതൃത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് നടന്ന വ്യക്തിയാണ് അൻവർ. ആരെയും ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു 2016 മുതൽ അൻവർ. അൻവർ എഴുതുന്നത് വായിക്കാനും സംസാരിക്കുന്നത് കേൾക്കാനും അദ്ദേഹത്തിന് പിന്തുണ നൽകാനുമായി ആയിരക്കണക്കിന് ഇടതുപക്ഷ പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഉണ്ടായിരുന്നു. CPM-നെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ച പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തി വേട്ടയാടി ഇടതു പ്രവർത്തകരുടെ കയ്യടി ആവോളം അൻവർ വാങ്ങിച്ചു. ചുരുക്കി പറഞ്ഞാൽ 2016 മുതൽ 2024 പകുതി വരെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിട്ടുള്ള CPM പ്രവർത്തകരുടെ ആരാധനാപാത്രം കൂടിയായിരുന്നു ഈ പറയുന്ന പി.വി. അൻവർ. 2016 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ പലതവണ പി.വി. അൻവർ കേരളീയ സമൂഹത്തിന് മുന്നിൽ വാർത്താ പ്രാധാന്യം നേടി കടന്നു വന്നിട്ടുണ്ട്. 2014 അവസാനത്തോടു കൂടി CPM-ഉമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച പി.വി. അൻവർ DMK എന്ന ഒരു സംഘടന ആരംഭിക്കുകയും പിന്നീട് ആ സംഘടന പിരിച്ചുവിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. അതിനിടയിലാണ് പി.വി. അൻവർ രാജിവെച്ച നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് എത്തുന്നത്. അതോടുകൂടി അദ്ദേഹം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥിയാകാൻ പി.വി. അൻവറിൻ്റെ പിന്തുണ ആർക്കാണെന്നുള്ള ഒരു പ്രത്യേക പ്രശ്നം ഉയർന്നു വന്നതോടെയാണ് ഇദ്ദേഹം വീണ്ടും വാർത്തകളിലേക്ക് എത്തുന്നത്. എന്തായാലും നിലമ്പൂർ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ തീയതികൾ ഈ ആഴ്ച തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടുകൂടി പി.വി. അൻവർ എന്ന വ്യക്തി സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും സജീവമാകും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നതുവരെ പി.വി. അൻവർ എന്ന വ്യക്തി മാധ്യമ വാർത്തകളുടെ മുൻനിരയിൽ തന്നെ കാണും എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം. ഈ സാഹചര്യത്തിലാണ് അൻവർ എന്ന രാഷ്ട്രീയക്കാരനെ അല്ലെങ്കിൽ വ്യക്തിയെ സംബന്ധിച്ച് ഒരു ചോദ്യം പ്രധാനമായും ഉയർന്നു വരുന്നത്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പി.വി. അൻവറിൻ്റെ ഭാവി? കേരള രാഷ്ട്രീയ രംഗത്ത് ശബ്ദമുള്ള ഒരാളായി അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് തുടരുമോ, അതോ
അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അപ്രസക്തമാകുമോ എന്നുള്ളതൊക്കെയാണ് സ്വാഭാവികമായും സാധാരണക്കാരുടെ മനസ്സിലുയരുന്ന ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുമായാണ് പൊതുപ്രവർത്തകയും മുൻ വെൽഫെയർ പാർട്ടി നേതാവുമായ ശ്രീജ നെയ്യാറ്റിങ്കര ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഈ കുറിപ്പ് വായിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാകും പി അൻവർ എന്ന വ്യക്തിക്ക് ഇനി എന്താണ് സംഭവിക്കുക എന്ന്. ഈ ശ്രീജ നെയ്യാറ്റിങ്കരയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം പറയേണ്ടതുണ്ട്. തൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി നേതൃത്വത്തിൽ നിന്നും രാജിവെച്ച വ്യക്തി കൂടിയാണ് ശ്രീജ. താൻ എന്തുകൊണ്ട് വെൽഫെയർ പാർട്ടി അംഗത്വം രാജിവെച്ചു എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണവും അവർ പല അഭിമുഖങ്ങളിലും നൽകിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് ശ്രീജ സമൂഹമാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിനെക്കുറിച്ചാണ്. വളരെ പ്രസക്തമായ നിരീക്ഷണമാണ് അവർ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. ശ്രീജ നെയ്യാറ്റിങ്കര പറയുന്നത് ഇങ്ങനെയാണ്: അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ നാട്ടുകാരൻ കൂടിയായ മുൻ MLA ആർ സെൽവരാജിനെയാണ്. അൻവർ MLA സ്ഥാനം രാജിവെച്ചപ്പോൾ ഞാൻ ആർ സെൽവരാജിനെക്കുറിച്ച് ഈ വാളിൽ എഴുതിയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ CPM നിന്നും MLA സ്ഥാനത്തു നിന്നും രാജിവെച്ച് UDF പാളയത്തിലെത്തിയ രാഷ്ട്രീയ നേതാവ്. നെയ്യാറ്റിങ്കരക്കാരിയായ എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച രാജിയായിരുന്നു സെൽവരാജിൻ്റേത്. കാരണം ഓർമ്മ വച്ച നാൾ മുതൽ ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരനായി കണ്ടിരുന്ന സഖാവ് അൻവറിനെ പോലെയല്ല സെൽവരാജ്. അദ്ദേഹം CPM മെമ്പറായിരുന്നു. ദീർഘകാലം CPMൻ്റെ പാറശാല ഏരിയ സെക്രട്ടറി ആയിരുന്ന സഖാവ്. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സഖാവ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സെൽവരാജ് ആദ്യമായി പാറശാല നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. എന്നാൽ അന്ന് UDFിലെ സുന്ദരൻ നാടാരോട് പരാജയപ്പെട്ട സെൽവരാജ് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ, അതായത് 2006 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതേ സുന്ദരൻ നാടാരെ പരാജയപ്പെടുത്തി കേരള നിയമസഭയിലെത്തി. തുടർന്ന് 2011 നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ UDFിലെ തമ്പാനൂർ രവിയെ പരാജയപ്പെടുത്തി 6000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സെൽവരാജ് 2012 മാർച്ച് 9 CPMൽ നിന്ന് രാജിവെച്ചു. ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും UDFിൽ ചേരില്ല എന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച സെൽവരാജിനെ രാഷ്ട്രീയ കേരളം ഓർക്കുന്നുണ്ടാകും. എന്നാൽ അധികം താമസിയാതെ സെൽവരാജ് UDF പാളയത്തിലെത്തി. തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സെൽവരാജ് വിജയിക്കുകയും ചെയ്തു. എന്നാലോ 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിങ്കര മണ്ഡലം സെൽവരാജിൻ്റെ കയ്യിൽ നിന്നും LDF പിടിച്ചെടുത്തു. അവിടെ തീർന്നു സെൽവരാജിൻ്റെ രാഷ്ട്രീയ പ്രസക്തി. ശ്രീജ നെയ്യാറ്റിങ്കരയുടെ പോസ്റ്റ് ബാക്കി കൂടി വായിക്കുന്നതിന് മുൻപ് അനുബന്ധമായി കുറച്ചു കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കണം. 2006 മുതൽ 2011 വരെ കേരളം ഭരിച്ച VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിന് പിന്നാലെ അധികാരത്തിലെത്തിയത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരായിരുന്നു. നേരിയ ഭൂരിപക്ഷത്തിൽ, അതായത് വെറും 4 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തിയത്. UDFന് 70 സീറ്റുകൾ നേടിയപ്പോൾ LDF 68 സീറ്റുകൾ അന്ന് നേടി. UDF സർക്കാർ അധികാരത്തിലെത്തി 1 വർഷം കഴിഞ്ഞപ്പോൾ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ അക്കാര്യം സംഭവിച്ചു. നെയ്യാറ്റിങ്കര നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും CPM സ്ഥാനാർത്ഥിയായി വിജയിച്ച ആർ സെൽവരാജ് CPMൽ നിന്നും രാജിവെച്ചു. അതിനൊപ്പം തൻ്റെ MLA സ്ഥാനം പുള്ളിക്കാരൻ രാജിവെച്ചു. പാർട്ടി മെമ്പർ സ്ഥാനവും MLA സ്ഥാനവും രാജിവെച്ചതിന് പിന്നാലെ സെൽവരാജ് നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും UDFിലേക്ക് പോകില്ല എന്നുള്ളത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് പുള്ളിക്കാരൻ കോൺഗ്രസിൽ അംഗത്വമെടുക്കുകയും ചെയ്തു. നേരിയ ഭൂരിപക്ഷം മാത്രം ഉണ്ടായിരുന്ന UDFിനെ ഒന്ന് ഉറപ്പിച്ചു നിർത്താൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അറിവോടെ അന്ന് UDFിൻ്റെ ഭാഗമായിരുന്ന ഇന്ന് BJPക്കാരനായി മാറിയ PC ജോർജാണ് സെൽവരാജിനെ CPMൽ നിന്നും രാജിവെപ്പിക്കുകയും UDFിലേക്ക് കൊണ്ടുവരികയും ചെയ്തതെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ സംഭവത്തിൽ നടന്നത് വലിയൊരു ഡീലാണെന്നും അതിനനുബന്ധമായി ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ഇക്കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാതെ വയ്യ. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി CPM MLAമാരെ പോലും വലവേശി പിടിച്ച് UDFിലേക്ക് എത്തിച്ച PC ജോർജ് അധികം വൈകാതെ ഉമ്മൻചാണ്ടിയുമായി തെറ്റുകയും ചാണ്ടിയെയും മറ്റു കോൺഗ്രസ് നേതാക്കളെയും പൂരത്തെറിയും വിളിച്ച് UDFിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. LDFിൽ ചേരണമെന്നായിരുന്നു പുള്ളിക്കാരൻ്റെ മോഹം. സത്യം പറഞ്ഞാൽ LDF മോഹം കൊടുത്തു എന്ന് പറയുന്നതാകും ശരി. LDF കൂടെയുണ്ടെന്ന വിശ്വാസത്തിൽ ആ സമയത്ത് PC ജോർജ് കേരള രാഷ്ട്രീയത്തിൽ അഴിഞ്ഞാടി. പക്ഷേ 2016 പൂഞ്ഞാറിൽ മത്സരിക്കാൻ ചെന്നപ്പോൾ കളി മാറി. തന്നെ LDFിലെടുക്കാൻ സൗകര്യമില്ല എന്ന് പിണറായി വിജയൻ പുള്ളിക്കാരൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. പുള്ളിക്കതൊരു വലിയ ഷോക്കായിരുന്നു. എന്തായാലും PC ജോർജ് പൂഞ്ഞാറിൽ നിന്ന് അന്ന് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചു. ഈരാറ്റുപേട്ട എന്ന ഒരൊറ്റ പ്രദേശത്തെ മുസ്ലിം വോട്ടുകളുടെ ബലത്തിലാണ് PC ജോർജ് അന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ 2021 ഈ പറയുന്ന മുസ്ലിം സമുദായവുമായി PC ജോർജ് തെറ്റുകയും പൂഞ്ഞാറിൽ നിന്ന് 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. ഇപ്പോഴിതാ മറ്റൊരു ഗതിയുമില്ലാതെ BJPയിൽ പുള്ളിക്കാരൻ അംഗത്വവും എടുത്തിരിക്കുന്നു.
നമുക്ക് സീര നെയ്യാറ്റിൻകരയുടെ പോസ്റ്റിലേക്ക് തിരിച്ചു വരാം. യു ഡി എഫിൽ ചേർന്നതോടെ സി പി എമ്മിൻ്റെ തെക്കൻ കേരളത്തിലെ അറിയപ്പെടുന്ന നേതാവായിരുന്ന സെൽവരാജ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പൊടുന്നനെ അപ്രത്യക്ഷമായി. അക്ഷരാർത്ഥത്തിൽ അയാൾ രാഷ്ട്രീയ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. അന്ന് ആർ സെൽവരാജിനോട് എന്ത് നിലപാടാണോ സി പി എം സ്വീകരിച്ചത്, അതേ നിലപാടാണ് ഇപ്പോൾ പി വി അൻവറിനോടും സി പി എം സ്വീകരിക്കുന്നത്. അവഗണനയും പരിഹാസവും. ഇന്ന് രാഷ്ട്രീയ കേരളത്തിൻ്റെ ഓർമ്മയിൽ പോലും ആർ സെൽവരാജ് എന്ന നേതാവില്ല. ഒരു പ്രബല ഭരണവർഗ പാർട്ടിയിൽ ചേക്കേറിയിട്ട് പോലും അയാൾക്ക് രാഷ്ട്രീയമായി നിലനിൽക്കാൻ കഴിഞ്ഞില്ല. സെൽവരാജ് എവിടെയാണെന്ന് കോൺഗ്രസ്സുകാർക്കെങ്കിലും അറിയാമോ? അയാളെ കോൺഗ്രസ്സുകാരെങ്കിലും ഓർക്കുന്നുണ്ടാകുമോ? സീര നെയ്യാറ്റിൻകര ചോദിക്കുന്നു. പി വി അൻവറിൻ്റെ അവസ്ഥ ആർ സെൽവരാജിനേക്കാൾ പരമദയനീയമായിരിക്കും. മസ്തിഷ്കം ഉപയോഗിക്കാൻ ശേഷിയില്ലാതെ പരാജയപ്പെട്ടുപോയ ഒരു രാഷ്ട്രീയ നേതാവാണ് പി വി അൻവർ. ഒരു കാലത്ത് എങ്ങനെ നടന്നിരുന്ന മനുഷ്യനാണ്. സത്യത്തിൽ കഷ്ടം തോന്നുന്നു. സ്വന്തമായിട്ട് ഒരു രാഷ്ട്രീയ ദർശനവും കയ്യിലില്ലാതെ മീഡിയകളുടെയും പണത്തിൻ്റെയും പിൻബലത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരാളാണ് പി വി അൻവർ. സോഷ്യൽ മീഡിയയിൽ പോലും സ്വന്തം റിസ്കിൽ നിലനിൽക്കാൻ അയാൾക്ക് കഴിയില്ല. കാരണം അയാളെ സോഷ്യൽ മീഡിയയിൽ നിലനിർത്തിയിരുന്നത് പാർട്ടി അണികളാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൽ ഡി എഫ് വിട്ട ശേഷമുള്ള അയാളുടെ സോഷ്യൽ മീഡിയ പേജിൻ്റെ അവസ്ഥ. കുമ്മോജികളുടെ സാഗരമാണവിടെ. ഇപ്പോൾ തന്നെ അൻവറിനെ മീഡിയകൾ ഏറെക്കുറെ കൈവിട്ട് കഴിഞ്ഞു. താമസിയാതെ അയാളെ പൂർണ്ണമായും കൈവിടും. മീഡിയകളുടെ തണലിൽ ശാശ്വതമായി നിലനിൽക്കാമെന്ന് കരുതുന്നത് മണ്ടത്തരം മാത്രമാണ്. കാരണം മീഡിയകൾ അവരുടെ ആവശ്യത്തിനാണ് അൻവറിനെ ഉപയോഗിച്ചത്. മീഡിയകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ ആര് നിന്നു കൊടുക്കുന്നവോ ഭാവിയിൽ അവരുടെ അധപതനം ഉറപ്പാണ്. അവസാനമായി ഒരു കാര്യം കൂടി സീര നെയ്യാറ്റിൻകര പറയുന്നു. സി പി എം വിട്ടു പോകുന്നവർക്ക് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെ കൂടെ അതിജീവിക്കാൻ ശേഷിയുണ്ടാകണം. അതില്ലാത്തവർ അതിന് തുനിയുന്നത് രാഷ്ട്രീയ മണ്ടത്തരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. സീര നെയ്യാറ്റിൻകര കുറിപ്പ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ ഇവിടെ വ്യക്തമാണ്. കേരള രാഷ്ട്രീയ മേഖലയിൽ രാഷ്ട്രീയ ആത്മഹത്യ പ്രഖ്യാപിച്ച ഒരാളായിരുന്നു ആർ സെൽവരാജ്. അതുപോലെ രാഷ്ട്രീയ ആത്മഹത്യ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പി വി അൻവർ എന്നാണ് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കാര്യം ശരിയാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിൽ രാഷ്ട്രീയക്കാരനായ കൈതേരി സഹദേവൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഉറുമ്പ് ചത്താൽ വാർത്ത തവള ചാകും വരെ, തവള ചത്താൽ വാർത്ത പാമ്പ് ചാകും വരെ, പാമ്പ് ചത്താൽ വാർത്ത പരുന്ത് ചാകും വരെ. അത്രയേ ഉള്ളൂ. അതെ, അൻവറിൻ്റെ കാര്യത്തിലും അത്രയേ ഉള്ളൂ.